എവിടെയെങ്കിലും കാണും. പോയി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ എവിടെയെങ്കിലും കാണും. നോക്ക്. പുറത്തോട്ട് ഓട്ടം കൂടുതലാ. Come on, Teddy! എടാ ടെഡി എവിടെയായിരുന്നടാ? എവിടെയായിരുന്നു? ബാ ബാ ബോബി, നിങ്ങൾ ചാച്ചൻ നാളെയല്ലേ വരുന്നേ? നമ്മളാണെങ്കിൽ ഇവനെ മേടിച്ച കാര്യം ഒട്ടും പറഞ്ഞിട്ടുമില്ല. പിള്ളേർക്ക് അലർജി വരുന്നു പറഞ്ഞിട്ട് ചാച്ചൻ നാട്ടിൽ പോലും പട്ടിയെ മേടിക്കാത്ത ആളാ. എടി അത് എന്റെ അപ്പുറം ടെടി സാരല്ല, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല, അത് പറയാക്കണ്ട കേട്ടോ. ആരാ വന്നല്ലോടി? ഇന്ന് പോയി നോക്കിയേ. എന്നാ വെയിലല്ലേ സമ്മറിൽ നമ്മുടെ അപ്പച്ചന്മാരെ കൊണ്ടുവന്നാണ്. അവർക്ക് ഈ കാലാവസ്ഥ വീടൊക്കെ വീടൊക്കെ തൂത്ത് വാരിയിട്ടുണ്ടോ? നല്ല കിടുവാക്കിയിട്ടുണ്ട്. നല്ല ടീമാ. എപ്പോഴും ഡെലിവറാണല്ലോ. ചായ ഉണ്ടോ? ചട്ട മതി. ഞാനിപ്പോ കുടിച്ച ചായ വേണ്ട. ഒരു കട്ടക്കാരനാണ് എടുത്തു ഒരു കട്ടൻ. നാളെ എയർപോർട്ടിൽ പോയി വരുമ്പോ ഉണ്ടല്ലോ ചാച്ചയെ കൂട്ടാൻ മറക്കല്ലേ. എടോ വേറെ എന്നാ വർത്താനം? നമ്മള് പറഞ്ഞല്ലോ അപ്പച്ചന്റെ കാര്യം ഞാൻ മറക്കോ. നല്ല ടീമാ. അതെ പിന്നിച്ച അമ്മച്ചി മരിച്ചു കഴിഞ്ഞ പിന്നെ ആ ചാച്ചൻ എവിടെ പോയാലും ബോബിക്ക് വലിയ ആദ്യ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പുള്ളി കഴിഞ്ഞ ദിവസം തൊട്ടേ ആയി തുടങ്ങിയതാ. സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. എടാ ബോബി, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങൾ പിന്നെ ചാടി. അപ്പൊ നാളെ അപ്പച്ചനെ കാണാം. ഓക്കേടാ. താങ്ക് യു. ഞാൻ വിളിച്ചോളാം. എന്നാ ശരി കേട്ടോ, കാണാം. അപ്പൊ നാളെ കാണാം കേട്ടോ. We are descending for landing. Please put your belongings in the overhead locker. മസിലൊന്നും ഇല്ലെന്നോടാ, എല്ലാം മെലിഞ്ഞു പോയല്ലേ. ഏതായാലും അപ്പച്ചനെ അതെ ഏൽപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞ പോണക്ക് അപ്പച്ചനെ മറന്നൊന്നുമില്ല. അപ്പൊ അപ്പച്ച കാണാം. അടുത്ത ദിവസം കാണാം. അപ്പൊ ശരിയാ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു മോനെ. നീ വരുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. നാട്ടുകാരെന്നെ കൊണ്ടുവരേണ്ട ഗതികേടാണല്ലോ അപ്പന് വന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ലേ, എനിക്കെന്നോട് പറഞ്ഞിരുന്നു അതിഥി ഇവിടെ ഉണ്ടെന്ന്. ഇതൊക്കെ പിള്ളേരുടെ വീട്ടിലൊന്നും പറ്റുകയില്ല. പക്ഷെ എന്റെ അടുത്തോട്ട് കൊണ്ടുവരില്ല, എനിക്ക് ഇഷ്ടമായി. എടാ തൊമ്മച്ച വെള്ളം എടുത്ത് കഴിക്കടാ, പട്ടയെ കളിപ്പിച്ച് നടക്കാറ്. ഇവരൊക്കെ ഫുൾ ടൈം കമ്പ്യൂട്ടർ ഗെയിമുമായിട്ട് നടക്കുക. അതാ ഇവനൊക്കെ ഇല്ലും തുല്യമായിട്ട് നടക്കുന്നത്. ചാച്ച, വൈകുന്നേരം നമുക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അവിടെ വരെ നമുക്കൊന്ന് പോകണം. ചാച്ചനൊന്ന് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാം. ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വരാം. എയർപോർട്ടിൽ പരിപാടിയൊക്കെ ഉണ്ട്. അത് ശരി. ഹലോ ഹലോ, പറ. ആ എന്നാടാ?
അയ്യോ, ഞാൻ പറഞ്ഞു പോയല്ലോടാ. ഓക്കെ ഓക്കെ. അതെ, സോണി വിളിച്ചായിരുന്നു. വൈകുന്നേരം പാർട്ടിക്ക് ചാച്ചൻ വേണ്ടെന്നാണ് പറയുന്നത്. എന്താ അവിടെ കള്ളുകൂടിയും ചുറ്റുകളിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആകെ ബഹളമാകുന്നു. അതുകൊണ്ട് നീ ഒന്ന് ചാച്ചനോട് പറ നൈസായിട്ട്. ഞാൻ എങ്ങനെയാ പറയുന്നേ? ബോബി പറ. നിനക്ക് പറയാൻ പറ്റില്ല. എന്നാ ശരി, ഞാൻ തന്നെ പറഞ്ഞോളാം. ചാച്ച, ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ. പാർട്ടിക്കൊക്കെ പോകുന്നതല്ലേ, കുറച്ച് പെണയും വൃത്തിയൊക്കെ വേണ്ടേ? അതല്ല ചാച്ച, അവിടെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ്. അന്നേരം ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് വന്നാലോ എന്നാ. ശരിയാ, ഓക്കെ. പാട്ടൊക്കെ പഠിക്കും. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിനിൽ ഒരുക്കി വെച്ചില്ലേ, കളിച്ചിരിക്കാൻ കട പറയാൻ കിളിമകൾ വന്നില്ലേ, കിളിമകൾ വന്നില്ലേ, കുകു കുകു നാടും കിടന്നുറങ്ങണ്ടേ? ഇനി അപ്പോൾ എന്റെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ട് എനിക്കൊരു സന്തോഷമല്ലേ. ഞാൻ അവിടെ എന്റെ കൂടെ കിടന്നോളൂ. ഇല്ല അപ്പച്ച, ഇവിടെ പിള്ളേരെ നമ്മൾ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ പിള്ളേര് ഒന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നേരത്തെ കിടത്തുകയും ചെയ്യണം അപ്പച്ച. ഇതങ്ങനെയാണ്. ചില സ്നേഹബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മളെത്ര അവഗണിക്കാൻ ശ്രമിച്ചാലും സത്യസന്ധമായ സ്നേഹബന്ധങ്ങൾ നമ്മളെ തന്നെ തേടിയെത്തും.